ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 53 റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റിവ്യൂ പറയാനായിട്ട് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് കിട്ടും. മോർണിംഗ് സോങ് കിട്ടുന്നതിന് മുമ്പ് ഇന്നലെ കാണിച്ചത് അനുമോളുടെ പ്ലാഞ്ചി ആണെങ്കിൽ ഇന്ന് കാണിക്കുന്നത് അനുമോളെന്ന് എഴുതിയ ആ ഒരു ഇതും ഇതൊക്കെയാണ് കാണിക്കുന്നത്. സാധാരണ കിളികളോ അണ്ണാനോ നീലാകാശമൊക്കെ കാണിച്ചിട്ടാണ് തുടങ്ങാറ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മോർണിംഗ് ടാസ്ക്കാണ്. മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതായത് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ്മാരിൽ ഒരാളെ നിങ്ങൾക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ടൊരു ബാലറ്റ് ബോക്സ് ഉണ്ടാവും. അതിൽ ആരെയാണ് മാറ്റേണ്ടത് എന്നുള്ളതിന് വോട്ട് ചെയ്തിടണം പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റേണ്ട വോട്ടിംഗ് ഇത് ചെയ്യുന്നത് ജിഷിനെയാണ് മാറ്റുന്നത്. അതിനുശേഷം പിന്നെ ബിഗ് ബോസ് പറയുന്നത് അതിന് ജിഷിനെ മാറ്റിയ വേറൊരാളിനെ അവിടെ നിയമിക്കണമല്ലോ, അതിന് ആരെയാണ് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ സാബുമാനെയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇന്നലത്തെ ഗെയിം നേരെ കളിക്കാത്തതും ഉത്തരവാദിത്തം നിറവേറ്റാത്തതും ശരിയായ രീതിയിൽ ഉത്തരവാദിത്തം നിറവേറ്റാത്തതുമായ നിവിനെ ഉടമകളിൽ നിന്ന് മാറ്റിയാണ്. അതായത് ഓറഞ്ച് ജ്യൂസിൻ്റെ ഉടമയിൽ നിന്ന് നിവീനെ മാറ്റിയാണ്. പകരം ഒരാളിനെ സെലക്ട് ചെയ്യണം പറയുമ്പോൾ സെലക്ട് ചെയ്യുന്നത് ഷനവാസിനെയാണ്. അതുപോലെ പുതിയൊരു ജ്യൂസ് കമ്പനി കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാംഗോൻ്റെ. അതിലേക്കൊരു ഉടമനെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം പറയുമ്പോൾ അത് ആര്യനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് കിച്ചണാണ്. കിച്ചൺ ഏരിയയിൽ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ട് നൂറ, ആദില, ഷനവാസ് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അനുമോള് പിന്നെയും പറയുന്നുണ്ട് ഈ വെസലൊന്നും കഴുകി തന്നാലേ ഞങ്ങൾക്ക് ഉച്ചക്കുള്ള ചോറ് അതിൽ വെക്കായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ നിനക്ക് കഴുകണ്ടേ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ആദില ഈ കഴിക്കണത് നൂറയുടെ കയ്യിൽ കൊടുത്തിട്ട് എണീച്ച് പോവുകയാണ്. അപ്പോൾ വെസൽ കഴുകാൻ വരുമ്പോൾ അനീഷ് വരുന്നുണ്ട്. അനീഷും ജിസയിലും വരുന്നുണ്ട്. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ആദിലയോട് നിങ്ങൾക്ക് ഇന്ന് ഉച്ചക്കാണ് കഴുകാനുള്ളത്, ഇന്ന് രാവിലെ ഞങ്ങളാണ് കഴുകേണ്ടത്, ഞാനും ജിസയിലാണ് കഴുകേണ്ടത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ കഴുകും, മാറി നിൽക്കാൻ പറഞ്ഞിട്ട് മാറി നിൽക്കണില്ല. അനീഷിനെ വെറുപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ആദിലയുടെ ഒരു ഇതായിട്ട് പോണത്. അതിപ്പോൾ വെറുപ്പിക്കൽ ഒരാളിനെ മാത്രം ആയതുകൊണ്ട് ഭയങ്കര ഇറിറ്റേഷനായി പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരേപോലെയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ട്രിഗർ ചെയ്യണ എല്ലാവരെയും ട്രിഗർ ചെയ്തുകൊണ്ട് നിൽക്കുക. ഇതിപ്പോൾ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര നമുക്ക് വെറുക്കലായിട്ട് തോന്നുന്നു. ഒരു നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് അവിടെ ഫോം ചെയ്യണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിലയോട് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഇത് തിരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് രാവിലെയും ഉച്ചയ്ക്കും ഓൾട്ടർനേറ്റീവായിട്ടാണ് പോവുക, അതനുസരിച്ചിട്ട് ഞങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങളാണ് ഉച്ചയ്ക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറയേണ്ടത്. അതൊന്നും പറ്റില്ല, ഇപ്പം ഞാൻ ചെയ്യാം. അപ്പോൾ ജിഷിനും ചെയ്യണം പറയുമ്പോൾ ജിഷിൻ്റെയും ചേർത്തിട്ട് ഞാൻ ചെയ്യും. ഏത് ബസ്സിലാണെന്ന് വെച്ചാൽ വേഗം കഴുകി കൊടുക്കുകയാണ്. അനീഷ് കൂടെ നിന്ന് പറയുന്നുണ്ട് ഞങ്ങളാണ്, പക്ഷേ ഇപ്പം നീ ചെയ്താലും ഉച്ചയ്ക്ക് നിങ്ങൾ തന്നെയാണ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെ പറയേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യിക്കാനുള്ള തണ്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യിച്ച് കാണിക്കണമല്ലോ. കാരണം ഇത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ തടയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പം ഞാൻ ചെയ്തില്ലേ, ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ളതല്ലേ, നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ തണ്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യിക്കേ എന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് പറയേണ്ടത് ലിവിങ് റൂമിൽ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് പുതിയതായിട്ട് 2 ബോട്ടിൽ, അതായത് വലിയ കുറച്ച് ബോട്ടിലും കൂടെ കൊടുക്കുന്നുണ്ട് പോയിന്റ് കൂട്ടിയിട്ട്. അതായത് വലിയ ബോട്ടിലുകൾക്ക് 5 പോയിൻറ്റും സാധാ ചെറിയ ബോട്ടിലുകൾക്ക് 1 പോയിൻറ്റുമാണ് കിട്ടുന്നത്. പിന്നെ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ജയിലിലേക്ക് ഈ ജിഷിനെയും നിവിനെയും നേരെ ടാസ്ക് ചെയ്യാത്തതുകൊണ്ട് ഇവർ രണ്ടുപേരെയും ബിഗ് ബോസ് പറയുന്നവരെ ജയിലിൽ അടക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരിനെ ജയിലിൽ കൊണ്ടുപോയി അടക്കുന്നുണ്ട്. ഓനിയൽ ഉന്തി ജയിലിലേക്ക് കയറ്റു എന്നുള്ള രീതിയിലൊക്കെ ജിൻ പറയുന്നുണ്ട്, തള്ളിക്കയറ്റുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടാസ്ക് തുടങ്ങുകയാണ്. ടാസ്ക് തുടങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ ബോട്ടിൽ എടുക്കാൻ ഓടുന്ന ഓട്ടത്തിലും എല്ലാവരും ബോട്ടിൽ ചളുക്കുന്നുണ്ട്. എന്താ പറയുക, അക്ബറിൻ്റെ കയ്യിൽ കിട്ടിയ ബോട്ടിൽ, കയ്യിലിരിക്കണ ബോട്ടിലിനെ ഓണികളൊക്കെ ചളുക്കി ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ദേഷ്യത്തിൽ അക്ബർ മറ്റേ തുടക്കാനുള്ള ടവലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ എടുത്ത് വലിച്ചെറിയണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചളുക്കിയിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഗെയിം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചളുങ്ങിയ ബോട്ടിലൊക്കെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചളുക്ക് നിവർത്താൻ വേണ്ടിയിട്ട് വായി കൊണ്ട് ഊതിയിട്ടാണ് ചളുക്ക് നിവർത്തുന്നതൊക്കെ. അപ്പം അപ്പുറത്ത് ഇരുന്നിട്ട് അനുമോള് പറയുന്നുണ്ട് കണ്ടോ അവരെ വായും കൊണ്ട് ഊതിയിട്ടൊക്കെയാണ് ചളുക്ക് നിവർത്തുന്നത്, ഇതൊക്കെ ഹൈജീൻ പ്രോബ്ലമാണ്. പിന്നെ തുടക്കുന്നതായാലും ഉള്ളിൽ നിന്ന് അവരുടെ ടവൽ കൊണ്ടുവന്നിട്ടാണ് തുടക്കുന്നത്, ഇതൊക്കെ ഹൈജീൻ പ്രോബ്ലമാണ്. ഇത് ഈ ബോട്ടിൽ വാങ്ങുന്ന ഉടമസ്ഥർ
ഡീലേഴ്സിൻ്റെ ഉടമസ്ഥർ നോക്കേണ്ടതാണ് ഈ ഹൈജീൻ്റെ. അതൊന്നും അവർ നോക്കുന്നില്ല. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് കുടിക്കാൻ തരുന്നത്. ഇതൊക്കെ നമ്മൾ നോക്കിയില്ലെങ്കിൽ അവരല്ലേ നോക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ സാബുമാനോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഓരോരുത്തർ ഡീലിങ്ങിനായിട്ട് വരുന്നുണ്ട്. ക്ലീനിങ്ങിൻ്റെ ടൈമും ഉണക്കേണ്ട ടൈമും കഴിഞ്ഞപ്പോൾ അടുത്ത ബസർ അടിച്ചപ്പോൾ ഡീലിങ്ങിന് വരുന്നുണ്ട്. ഓരോരുത്തർ ഡീലിങ് സംസാരിക്കുന്നുണ്ട്. ഒരു ബോട്ടിൽ ഞങ്ങൾ തന്നാൽ ഞങ്ങൾക്ക് എന്ത് തരും എന്നുള്ള രീതിയിലേക്ക് ഡീലിങ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡീലിങ് സംസാരിക്കാൻ ആദില വന്നു അനീഷിൻ്റെ അടുത്ത്. അനീഷിനെ മാത്രം ആണ് ഈ പറഞ്ഞ സ്റ്റോണുകൊണ്ട് നടക്കണത്. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ഡീല് സംസാരിക്കാൻ ഒരു ബോട്ടിലുമായിട്ട് വന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു, ഇനിയും നിങ്ങളുടെ കയ്യിൽ ബോട്ടിലുണ്ടല്ലോ, ഈ ഒരു ബോട്ടിലായിട്ട് ഞാൻ എങ്ങനെ എടുക്കുക, എല്ലാ ബോട്ടിലും ഇവിടെ വെക്കൂ, അപ്പോൾ എല്ലാം അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട്, അതെങ്ങനെ പറയും, എനിക്ക് ഈ ഒരു ബോട്ടിൽ അല്ലല്ലോ, ഈ ഒരു ബോട്ടിലായിട്ട് എനിക്കെടുക്കാൻ പറ്റില്ല. ഇനിയും നിങ്ങളുടെ ഉള്ളിൽ ഇവരെന്താ വെച്ചിരുന്നാൽ ബോട്ടിൽ ക്ലീൻ ചെയ്തിട്ട് മറ്റേ ചളക്കാതെയും തട്ടിപ്പറിച്ച് പോവാതെ ഇരിക്കാൻ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിലാണ് ബോട്ടിൽസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അനീഷ് ചോദിച്ചു പറയണേ, നിങ്ങളെങ്ങനെ എൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ബോട്ടിൽ കണ്ടത്, നിങ്ങളിവിടെ പുരുഷക്കാരുടെ ഇറക്കണോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര റോങ് ആയ രീതിയിലൊക്കെയാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിത് മതി, അല്ലെങ്കിൽ ശരി ഒരു ബോട്ടിൽ 3 ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ട്, വലിയ ബോട്ടിൽ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് ഡീലിംഗ് ആണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇപ്പോൾ ബോട്ടിൽ കാണാതെ ഞാൻ എങ്ങനെയാണ് പറയുക, ബോട്ടിൽ കണ്ടാലല്ലേ ഡീലിംഗ് പറയാൻ പറ്റുള്ളൂ, ബോട്ടിൽ നിങ്ങൾ ആദ്യം വെക്കൂ എന്ന് പറയുമ്പോൾ അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കൗണ്ടർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് കയറി ഇരിക്കണത് ഞാനാണ് വലിയൊരു ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ഓൾറെഡി അവിടെ ആദിലെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിനെ. അതിന് പുറമെ നൂറ വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ എടുത്തു വെച്ച് ബോട്ടിൽ മാറ്റി വെച്ച് ബോട്ടിലൊക്കെ തട്ടിയിടുന്ന സമയത്ത് അനീഷിൻ്റെ ദേഷ്യം വന്നിട്ട് ഓൾറെഡി ഇവിടെ ഒരാൾ വെറുപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അപ്പുറത്ത് കൂടെ മറ്റേ ആൾ വന്നിട്ട് അങ്ങനെയും കൂടെ ചെയ്തപ്പോൾ അനീഷ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കയ്യിലും കൊണ്ട് മറ്റേ കലക്കിയ വെള്ളം ഉണ്ടല്ലോ അതെടുത്തിട്ട് അങ്ങനെ എറിയാണ് അനൂറയുടെ മേത്തേക്ക്. അപ്പോൾ അത് കണ്ട് ദേഷ്യം വന്ന് അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വെള്ളം ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ ഉള്ളിൽ നന്നായി കൈയിട്ട് ഇളക്കിയിട്ട് ആ വെള്ളത്തിനെ തട്ടിമറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് കഴിഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ തട്ടിമറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, എന്താ അങ്ങനെ കാണിക്കണേ, ഇപ്പോൾ അനീഷ് ചെയ്തതിനെ എല്ലാവരും പറഞ്ഞു, ഇയാൾ എന്താ കാണിക്കണേ, ന്യൂറനല്ല അതിലെന്നെയും പറയുന്നുണ്ട്, എന്താ അങ്ങനെയൊക്കെ ചെയ്തത്, ഇത് അയാളുടെ കൗണ്ടറല്ലേ, അവിടെ പോയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് തിരിച്ച് ന്യൂറനോടും അതിലിനോടും ചോദിക്കുന്നുണ്ട്, എൻ്റെ കമ്പനിയിൽ കയറി വന്നിട്ട് എന്നെ അതിക്രമിക്കാൻ നിങ്ങൾക്ക് ആരാണ് ഇത് തന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അനീഷും. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതിനുള്ള അധികാരമൊക്കെ നിങ്ങൾക്ക് ആരാ തന്നത് എൻ്റെ കമ്പനിയിൽ കയറിയിട്ട് എന്നുള്ള ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന ജിഷിനും നിവീനും കൂടിയിട്ട് ഇങ്ങനെ അനുമോളെ കളിയാക്കുകയാണ്. എന്താ പറയുന്നത് വെച്ചാൽ അനുമോളുടെ പ്ലാൻജി 3.0 സാബുമാനാണ്, അങ്ങോട്ട് ചാടട കുഞ്ഞിരാമ ഇങ്ങോട്ട് ചാടട കൊച്ചുരാമ എന്നുള്ള രീതിയിലൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് സാബുമാനെയും കാരണം അനുമോൾ പറഞ്ഞാണല്ലോ സാബുമാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്തായിട്ട് പിന്നെ കാണിക്കുന്നത്, അപ്പം ആദില എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ബോട്ടിൽ എല്ലാവരും ജ്യൂസ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആദില ആരുടെ കൗണ്ടറിലാണെന്ന് അറിഞ്ഞില്ല, ആരുടെ കൗണ്ടറിൽ നിന്ന് ജ്യൂസ് എടുത്തിട്ട് പോയിട്ട് ഒരു മൊന്ത പോലത്തെ ഒരു സാധനം, കപ്പ മൊന്ത പോലത്തെ ഒരു സാധനത്തിൽ നിറയെ ജ്യൂസ് എടുത്ത് കൊണ്ടുപോയിട്ട് ജയിലിൽ കിടക്കുന്ന നിവീന് കൊടുക്കുകയാണ്. നിവീൻ അത് ബോട്ടിലൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട്, ആദില എന്താ ഈ ചെയ്യുന്നത്, ഇതിനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത് എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കണം. അപ്പോൾ സാബുമാൻ ഇങ്ങനെ ഇത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴും അനുമോൾ ഇന്നലെ കാണിച്ച പോലെ തന്നെ അനുമോൾ പറയുന്നത് മാത്രം നടക്കണം എന്നുള്ള രീതിയിൽ ഇത് സെലക്ട് ചെയ്യാൻ പാടില്ല, ഇതിൽ പൊടിയുണ്ട്, ഇതിൽ അതുണ്ട്, ബോട്ടിൽ നീറ്റല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ അനീഷിൻ്റെ ബോട്ടിലിൽ ഒരു മുടി കണ്ടത്. അപ്പോൾ അത് അനീഷിൻ്റെ എല്ലാ ബോട്ടിലും അപ്പോൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനെ ക്യാൻസൽ ചെയ്ത് എല്ലാ ബോട്ടിലും ഒരു മുടി കണ്ട ബോട്ടിൽ മാത്രം ക്യാൻസൽ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പാത്രത്തിലിട്ടാലേ ഈ ബോട്ടിൽ നിറച്ചതൊക്കെ ആക്കിയിരിക്കുന്നത്, അപ്പോൾ ഒരെണ്ണത്തിൽ മുടി കണ്ടാലും ഇതെല്ലാം അതിൽ ബാധിക്കുന്നതാണ് പറയുമ്പോൾ അനീഷ് സമ്മതിക്കുന്നില്ല. അതിനെ ചൊല്ലി ഒരുപാട് സംസാരിക്കുന്നുണ്ട്, എൻ്റെ മനഃപൂർവ്വം ആക്കുകയാണ് എന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ മനഃപൂർവ്വം ആക്കും, നിങ്ങളൊരു പാത്രത്തിലിട്ടിട്ടല്ലേ ഇത് കലക്കിയത്, അല്ലാണ്ട് ഈ മുടിയുള്ളത് മാത്രം ഒരു പാത്രത്തിലിട്ടിട്ടല്ലല്ലോ കലക്കിയത്, എല്ലാം കൂടെ ഒരു പാത്രത്തിൽ കലക്കിയിട്ടല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ക്വാളിറ്റി ടെസ്റ്റിൽ ആര്യൻ്റെ 2 ബോട്ടിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലീനാണ് ടേസ്റ്റാണ് എല്ലാം പറഞ്ഞിട്ട്, ബാക്കിയൊക്കെയാണ് റിജക്റ്റ് ചെയ്തത്. ഷാനവാസിൻ്റെ ആണെങ്കിലും എല്ലാം റിജക്റ്റ് ചെയ്തതാണ്. പക്ഷേ ഷാനവാസ് ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ആര്യൻ ഇവിടെ ആര്യനല്ല
അനീഷ് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ തട്ടിയിട്ടുണ്ട്. ഈ തട്ടിയിടുന്നതിൻ്റെ ഇടയിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അനീഷ് ഈ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത ബോട്ടിലുണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഈ തട്ടിയിടുന്ന ഇടയിൽ ജിസയിൽ ഇങ്ങനെ കയറി വരുമ്പോൾ ബോട്ടിൽ എടുക്കാൻ കയറി വരുമ്പോൾ ഷാനവാസ് ജിസേലിൻ്റെ കയ്യിൽ ആ ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. ജിസേൽ അത് നേരെ കൊണ്ടുപോയി അവിടെ തന്നെ വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ തട്ടിയിട്ട് പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ പോയിട്ട് ആര്യന് ഈ ബോട്ടിലുകൾ ഇതാക്കണമൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ജയിലിൽ കിടക്കണവർക്ക് ബോട്ടിൽ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അനീഷ് ബോട്ടിലൊക്കെ ചവിട്ടിക്കൂട്ടി ഇതാക്കുന്നുണ്ട്. അപ്പോൾ ആദിലയും നൂറയും പറയുന്നത് ഫുഡിനെ റെസ്പെക്റ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതേ ആൾക്കാരല്ലേ നേരത്തെ അപ്പുറത്ത് അങ്ങനെയും ചെയ്തത്? ചുമ്മാ സീനി കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറഞ്ഞിട്ട് ചെയ്യണ കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടും ഒരുപോലെ വേണം പറയാൻ. അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ കൈയിട്ടും വെള്ളത്തിൽ കൈയിട്ടും കലക്കിയിട്ടും ഒഴിച്ചു കളഞ്ഞത് ഇതേ ആദിലയാണ്. അപ്പോൾ ഫുഡിനോടുള്ള റെസ്പെക്റ്റ് എവിടെ പോയി? ഇപ്പം അനീഷ് ചെയ്തത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ രണ്ട് ഇതായിട്ട് നിൽക്കരുതല്ലോ. അപ്പോൾ അപ്പുറത്ത് അത് ചെയ്യരുതായിരുന്നു, അയാൾ ചെയ്താലും വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ അപ്പോൾ നിങ്ങൾ വെള്ളം തട്ടിക്കളയും മറിച്ചിടുകയും കൈയിട്ടിളക്കൊക്കെ ചെയ്തു. ഇപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഫുഡിന് റെസ്പെക്റ്റ് കൊടുക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? അതൊക്കെ ചുമ്മാ ഒരു ഇതിന് വേണ്ടിയിട്ട് പറയണ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ്. എന്നിട്ട് എന്താണ് തീരുമാനം, ഏതൊക്കെ അപ്രൂവ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. അപ്പോഴും അനീഷിൻ്റെ കയ്യിൽ നിന്ന് ആ മുടിവെട്ട സംഭവത്തിന് ഇവർ ഭയങ്കര ഇതാക്കുകയാണ്. വേണം പറഞ്ഞിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് കാണാത്ത മുടി പോലുമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓറഞ്ചിൻ്റെ മാംഗോൻ്റെയും കളർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിലൊന്നും കാണാത്തത്. എൻ്റെ വൈറ്റ് കളറല്ലേ, അതുകൊണ്ട് എന്ത് പൊടിയും ഇങ്ങനെ കാണും, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എണീച്ച് പറയുന്നുണ്ട്, അക്ബറൊക്കെ എണീച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ബോട്ടിൽ തന്നതുമെല്ലാം, പക്ഷേ നിങ്ങളുടെ കൗണ്ടർ നോക്കുകയാണെങ്കിൽ ശരിക്കും വൃത്തി ഉണ്ടായിരുന്നില്ല അനീഷേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഓക്കെ അപ്രൂവ് ചെയ്ത ബോട്ടിൽ എവിടെ? അത് തിരിച്ച് ഓണേഴ്സിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കേണ്ട സമയമാണെന്ന് പറയുമ്പോൾ ഈ അപ്രൂവ് ചെയ്ത ബോട്ടിൽ കാണാനില്ല. ജിസയിൽ പോയി വേറെ ബോട്ടിൽ എടുത്തിട്ട് വരുന്നുണ്ട്, പക്ഷേ ആ ബോട്ടിലെല്ലാം അപ്രൂവ് ചെയ്തെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഇതല്ല, എനിക്ക് ആ ബോട്ടിൽ കണ്ടാൽ അറിയാം, നല്ല ക്ലീൻ ആയിട്ടുള്ള ബോട്ടിലാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഈ അനീഷ് ഉടമ എല്ലാം ചവിട്ടി കൂട്ടിയതുകൊണ്ട് ബോട്ടിലൊക്കെ മാറിപ്പോയി ബിഗ് ബോസ് എന്നുള്ള രീതിയിലൊക്കെ അനുമോളും സാബുമാനും പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് ജിസയിലും ആര്യനും വഴക്കുണ്ട്. ശരിക്കും ആ 2 ബോട്ടിൽ ജിസയിലുടെ കയ്യിൽ ഷാനവാസ് കൊടുത്തിട്ടുണ്ട്. ഷാനവാസ് അവിടെ പറയുന്നുണ്ട് ആ അപ്രൂവ് ചെയ്ത് 2 ബോട്ടിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എൻ്റെ ബോട്ടിൽ ഞാൻ സംരക്ഷിച്ചില്ലെങ്കിലും കൂടെ അപ്രൂവ് ചെയ്തതല്ലേ എന്നുള്ള രീതിയിലാണ് ജിസലിൻ്റെ കയ്യിൽ കൊടുത്തത്. അത് സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയായിരുന്നു. അത് എവിടെ ചോദിക്കുമ്പോൾ ആ ബോട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ജിസയിൽ വഴക്കിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആ ബോട്ടിലിന് അപ്രൂവ് കൊടുക്കാൻ പറയുമ്പോൾ അനുമോൾ പറയണ്ടല്ലോ ആ ബോട്ടിലല്ല അതെന്ന്. അപ്പോൾ എല്ലാവരും കൂടെ വഴക്കിടുന്നുണ്ട്. ആ ബോട്ടിലല്ലെങ്കിൽ പിന്നെ വേറൊരു ബോട്ടിലും ഇവിടെ അപ്രൂവ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആര്യന് ജിസലിന് വഴക്ക് പറയുന്നുണ്ട്, നിനക്ക് കുറച്ച് നേരം മിണ്ടാതിരുന്നാലെങ്കിലും ഇപ്പം ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ജിസലിനോട് പറയുന്നുണ്ട്. ഞാൻ ബെഗ് ചെയ്യാൻ കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആ ബോട്ടിൽ കിട്ടാത്തതുകൊണ്ട് ഈ ടാസ്കും റിജക്റ്റായി പോവുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ ബോട്ടിലാണ് ആര്യനെടുത്തിട്ട് നമ്മുടെ ജയിലിൽ കിടക്കുന്ന നിവീനും ജിഷീനും കൊണ്ടുപോയി കൊടുത്തതെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കാണിക്കുന്നത് ജിസയിലും ആര്യനും സംസാരിക്കുന്നത് തന്നെയാണ്. ഒരു ഗെയിം ആകുമ്പോൾ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കണം. നമ്മൾ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ടല്ലോ, പിന്നെ അവർ ചീപ്പ് ഗെയിം കളിക്കണതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുമോൾ ഒരു ഗെയിമറാണ്, അവൾ ഫേക്ക് ഗെയിമും ഡേർട്ടി ഗെയിമും എല്ലാം കളിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ തന്നെയല്ലേ അവളിനെ വോട്ട് ചെയ്തിട്ട് വീണ്ടും ആ സ്ഥാനത്തിൽ തന്നെ ഇരുത്തിയത് എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ ജിസേലിനോട് പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ ചോദിക്കുന്നുണ്ട് സാബുമാൻ എന്താ ചെയ്തത്? ഒരു ബോട്ടിലെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അത് അപ്രൂവ് ചെയ്യായിരുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ സാബുമാനോട് പറയുന്നുണ്ട്. എന്നിട്ട് ആര്യൻ വീണ്ടും പറയുന്നുണ്ട് അനുമോൾ നോക്കുന്നത് ബോട്ടിലിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളോ അല്ല, അവൾ നമ്മളെയാണ് നോക്കുന്നത്, അത് നമ്മുടെ ബോട്ടിലാണ് എന്നുള്ളത് കൊണ്ടാണ് അവൾ റിജക്റ്റ് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അനുമോൾക്കത് റിജക്റ്റ് ചെയ്താൽ പോരെ, 2 സെലക്ട് ചെയ്തതല്ലേ? എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വെച്ചാൽ സാബുമാനും ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നതാണ്. സാബുമാൻ പറയുന്നുണ്ട് അനീഷേട്ടൻ എന്താ ചെയ്തത്? അനീഷേട്ടൻ ഭയങ്കര ഡേർട്ടി ഗെയിമാണ് കളിച്ചത്, അയാളുടെ ബോട്ടിൽ മുടി കണ്ടതുകൊണ്ടല്ലേ, അത് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് മറ്റേത് സെലക്ട് ചെയ്യുക? എന്താ അയാൾ ചിന്തിക്കാത്തത്? ഒരു പാത്രത്തിലിട്ട് ഇളക്കിയതല്ലേ
വെള്ളമൊക്കെ എന്നുള്ള രീതിയിലൊക്കെ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആര്യൻ ജിസേൽ ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുമ്പോൾ വീണ്ടും ആര്യൻ പോവുകയാണ്. പോയിട്ട് ജിസേലിനോട് പറയാണ്, നമ്മളുടെ ഗെയിം നമ്മൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്, നമ്മുടെ ബോട്ടിൽസ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്, അവർക്കറിയാം നല്ലതായിരുന്നു എന്ന്. പിന്നെ ഇവള് ഈ ഡേർട്ടി ഗെയിം കളിക്കുന്നതും ഫേക്ക് ഗെയിം കളിക്കുന്നതും അവൾ കളിച്ചോട്ടെ, അത് പറഞ്ഞിട്ട് ചൂടായിട്ട് നിൻ്റെ തൊണ്ട, നിൻ്റെ ബോഡി, നിൻ്റെ ഫിസിക്കലി ഇതൊക്കെ നീ എന്തിനാണ് ആ കൂതറകൾക്ക് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യണേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് കട്ട് പൊട്ടാറ്റോ ഈറ്റ് പൊട്ടാറ്റോ സ്പ്രെഡ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചിട്ട് ജിസേലിനെ സമാധാനിപ്പിച്ചിട്ട് ആര്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാലും ജിസേലിന് അതൊരു സമാധാനം ആവുന്നില്ല. ജിസേൽ വീണ്ടും അനുമോളും കിച്ചൺ ടീമാണ്. ജിസേൽ പിന്നെ വെജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അനുമോളോട് ജിസേൽ പറയുന്നുണ്ട്, നീ ആദിലയും നൂറേയും പറയുന്നതല്ലേ കേൾക്കുള്ളൂ, അവർ പറയുന്നതാണ് നിൻ്റെ ഡിസിഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദിലയും നൂറെ അത് കേട്ടിട്ട് എണീച്ച് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അനുമോൾക്ക് അനുമോളുടേതായ സ്റ്റാൻഡ് ഉണ്ട്, അതിലാണ് അവൾ കളിക്കുള്ളൂ, അല്ലാതെ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കില്ല. നിന്നെ പോലെയല്ല ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു, ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുത്തു ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല, എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. നമ്മുടെ ലൈവിൽ ഒരുപാട് അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, എല്ലാവരുടെയും പൊറാട്ട കൊടുത്തിട്ടൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നീയും ആര്യനും തമ്മിലാണ് ഗെയിം, കൂടെയാണ് ഗ്രൂപ്പായിട്ട് ഗെയിം കളിക്കണം, അല്ലാതെ ഞങ്ങളൊന്നും അല്ല, ഞങ്ങളൊക്കെ ഇൻഡിവിജ്വലായിട്ട് തന്നെ ഗെയിം കളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തിരുന്നിട്ട് അഭിലാഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ 2 ബോട്ടിലല്ലേ പോയുള്ളൂ, ഈ അതിലൊക്കെ 3 വലിയ ബോട്ടിലുണ്ടായിരുന്നു 5 പോയിൻറ്റ്സിൻ്റെ, അതൊക്കെയാണ് റിജക്റ്റ് ചെയ്തിരിക്കുക, എന്നിട്ട് ഞങ്ങൾക്കില്ലാത്ത പ്രശ്നമാണോ നിങ്ങൾക്കൊക്കെ ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ അഭിലാഷ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീനിൽ അനീഷിനെ ലക്ഷ്മി ഇരുന്നിട്ട് ഉപദേശിക്കുന്നുണ്ട്, ഈ ടാസ്ക് ഇങ്ങനെ കൊളായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാരണം മാത്രമാണ്, നിങ്ങളിങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു, അതിൽ മുടി വെട്ടത് അത് അങ്ങനെ തന്നെയല്ലേ, അല്ലാണ്ട് ഇപ്പോൾ ഒരു കുപ്പി മാത്രം മാറ്റി വെച്ചിട്ട് മറ്റേതൊന്നും സെലക്ട് ചെയ്യില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ലക്ഷ്മി അനീഷിനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ തന്നെ ഷാനവാസും ജിസേലും തമ്മിൽ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ജിസേൽ ഷാനവാസിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആയി, നിങ്ങളെയൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേ ഞാൻ ഓണറാക്കിയത്, ഞങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നത് എന്ത് ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത്, എൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞപ്പോഴും അത് നോക്കാതെ ഞാൻ അവിടെ അപ്രൂവ് ചെയ്ത 2 നിങ്ങളുടെ ബോട്ടിലാണ് എടുത്ത് സൂക്ഷിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നത്, അല്ലാതെ എൻ്റെ ബോട്ടിൽ അല്ലാതെ അതെടുത്ത് ഞാൻ വലിച്ചെറിയുക, അല്ലാണ്ട് എൻ്റെ ബോട്ടിൽ സംരക്ഷിക്കാൻ നിൽക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താ അങ്ങനെയൊക്കെ പറയണത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ കൂടെ ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മി വന്നിട്ട് വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചൊറിയാൻ നോക്കിയതാണെന്ന് തോന്നുന്നു, പക്ഷെ അതവിടെ നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി വന്നിട്ട് ജിസേലിനോട് പറയുന്നുണ്ട്, ജിസേൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊട്ടാറ്റോ എന്തോ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് കറുവേപ്പില എന്തോ ഇടുകയാണ്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, തീ ഇല്ലാതെയും ഗ്യാസ് ഇല്ലാതെയും ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ലക്ഷ്മി അപ്പുറത്തുനിന്ന് വരികയാണ്, ചൊറിയാനായിട്ട് വരികയാണ്. ജിസേലിന് പറയുന്നുണ്ട്, അല്ലെങ്കിലും മലയാളം അറിയാത്ത ആൾക്ക് മലയാളം അറിയാം എന്ന് പറഞ്ഞിട്ട് മലയാളം ബിഗ് ബോസിൽ കയറാം, ഫസ്റ്റത്തെ വീക്ക് പറയാം എനിക്ക് പച്ച മലയാളം അറിയാം, എനിക്ക് ഭയങ്കര മലയാളം അറിയും പറയാം, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മലയാളം അറിയില്ല, പൊട്ടാറ്റോ എന്താ ഓണിയൻ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് നടക്കുക, പിന്നെ അതുപോലെ അൺപാർലമെൻ്ററി വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക, എന്നിട്ട് മലയാളം മീനിങ് അറിയില്ല പറയാം, മൊത്തം ഫേക്കാണ്, സ്വന്തം കാര്യം നോക്കില്ല, ഒരുത്തൻ്റെ കൂടെ പിടിച്ചിട്ട് ഗെയിം കളിക്കുകയാണ്, അവൻ്റെ ഗെയിമും കൂടെ നശിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായി ചൊറിയാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ആര്യനെയാണ് പറയേണ്ടത്, ആര്യൻ്റെ ഗെയിം നശിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലും ജിസേലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു കാര്യവും ഇല്ലാണ്ടാണ് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആര്യൻ അപ്പുറത്തുനിന്ന് ജിസേലിനോട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, മിണ്ടരുതെന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജിസേൽ അത് കേൾക്കാത്ത പോലെ എന്നോടല്ല പറയണമെന്നുള്ള പോലെ ജിസേലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ ലക്ഷ്മിക്ക് ഒരു കണ്ടന്റ് കിട്ടിയില്ല, ചുമ്മാ പറഞ്ഞിട്ട് പോയി എന്നേ ഉള്ളൂ. അതിനുശേഷം പിന്നെ അനീഷ് ഷാനവാസും കൂടെയുള്ള സംസാരമാണ്. അനീഷ് വന്നിട്ട് ഒരു മുടി വെട്ടാൽ എന്താ, അത് മാറ്റി വെക്കണമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്ന് സംസാരിക്കുകയാണ്. അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഒരു വലിയൊരു കാലത്തിൽ ഒരു സാധനം വെച്ച് ഉണ്ടാക്കിയിട്ട് ആ സാധനത്തിൽ ഒരു മുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിടക്കണമെന്ന് വെച്ചാൽ അത് ഫുള്ളും അതിൽ പെട്ടതല്ലേ, അതെങ്ങനെ മാറ്റും, അപ്പോൾ അത് ട്രാവലിങ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒക്കെ ആയിട്ടുണ്ടാവുന്ന അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഈ ബോട്ടിൽ മൂടിയിട്ടല്ലേ ട്രാവലിങ് ചെയ്യേണ്ടത്, തുറന്നിട്ടിട്ടാണോ
ട്രാവലിങ്ങിൽ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് അനീഷ് പറയുന്നുണ്ട് എൻ്റെ കമ്പനി അപ്പോൾ അല്ല ഷാനവാസ് പറയുന്നുണ്ട് ഇങ്ങനെ എൻ്റെ കമ്പനിയിലാണെങ്കിൽ ഞാൻ പൂട്ടിപ്പോയേനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എൻ്റെ കമ്പനി പൂട്ടാനല്ല, അതെങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്, ഞാൻ ഇനിയും കമ്പനി തുടർന്ന് പ്രവർത്തിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സീൻ എന്താ കാണിക്കുന്നത് വെച്ചാൽ ഷാനവാസ് ഇങ്ങനെ കിച്ചണിൽ അപ്പോൾ മട്ടൻ കറിയാണ് വെച്ചത്, അപ്പോൾ ഒരു കയ്യിലും കൊണ്ട് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പീസ് കൊണ്ട് എടുത്തിട്ട് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് ഇരുന്നിട്ട് ലക്ഷ്മി പറയണിപ്പോൾ മറ്റേ ജിസേലിനെ ചൊറിയാൻ നോക്കി കിട്ടിയില്ല, അപ്പോൾ ഷാനവാസിനെ പിടിക്കാൻ വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. എടുത്തിട്ട് കഴിക്കുമ്പോൾ കൈയിട്ടിട്ട് ഫുഡ് കഴിക്കരുത്, ഇത് എല്ലാവർക്കും കഴിക്കാനുള്ളതാണ്, അങ്ങനെ കൈയിട്ടിട്ടൊന്നും കഴിക്കും. ശരിക്കും കൈയിട്ടിട്ടല്ല, ഇത് കയ്യിലെടുത്തിട്ട് കയ്യിൽ നിന്ന് എടുത്തിങ്ങനെ കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഷാനവാസ് വന്ന് പറയുന്നത് ആണോ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ 2 കൈ കൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, കുഴക്കുന്നതൊക്കെ, അപ്പോൾ നാളെ മുതൽ ചപ്പാത്തി തിന്നണ്ട എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. നീ തിന്ന, അപ്പം നീയല്ല ലക്ഷ്മി, എനിക്കൊരു പേരുണ്ട്, നീ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സീൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അനീഷിനോട് അക്ബർ പറയുന്നുണ്ട് എന്നാലും എൻ്റെ അനീഷായിട്ടാണ്, നിങ്ങളെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ ബോട്ടിലൊക്കെ തന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യേണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അനീഷിനെ ഇങ്ങനെ കളിയാക്കുന്നതാണ് കാണിക്കുന്നത്. കൂടെ ലക്ഷ്മിയും ഉണ്ട്, ഇങ്ങനെ ഒരു കമ്പനി നടത്തി അത് പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നല്ലാണ്ട് എങ്ങനെയാണ് ഒരു കാര്യം വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് തീരുക എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ തരണ്ട, എന്നെ വിശ്വാസമുള്ളവർ തന്നാൽ മതി, ലക്ഷ്മി തരണം എന്ന് നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക, ഞങ്ങൾ ഇനിയും ഡീൽ സംസാരിക്കാൻ വരും എന്നൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കാണിക്കുന്നത് ജിഷിനും നിവീനും ഉള്ള ജയിൽവാസം കഴിഞ്ഞു എന്ന് പറയുന്നതാണ്. പിന്നെ കാണിക്കുന്നത് കിച്ചണിൽ നമ്മുടെ ഒരു ഡിബേറ്റ് ടാസ്ക് ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അത് BB+ലാണ് കാണിച്ചത്, എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള സംസാരമാണ് കാണിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ടീമിൽ പിന്നെ അനീഷേട്ടനും ഷാനവാസ്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടന്നു, ഇവർ രണ്ടുപേരും എവിടെയെന്ന് അന്വേഷിക്കുകയായിരുന്നു ഞാൻ, ഒരു ചുമപ്പ് കളർ ബനിയൻ ഇട്ടതുകൊണ്ട് അനീഷേട്ടനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ടാസ്കിൻ്റെ സമയത്തെങ്കിലും ഞങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്കത് നുണ പറയും, എവിടെ നുണ പറയാൻ പറ്റില്ല പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എവിടെ നുണ പറയാൻ പറ്റാത്തൊരു മുഖം ഞാൻ കാണട്ടെ, 50 ദിവസമായാലും ഇതിൻ്റെ ഉള്ളിൽ താങ്കളെ ഞാൻ കാണുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ന്യൂറ, അനുമോള്, ബിന്നി, നിവീന് ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ചോക്ലേറ്റ്സ് കിട്ടി, ജിത്തു ആ ഒരു സിനിമൻ്റെ പ്രമോഷന് വന്നപ്പോൾ ചോക്ലേറ്റ്സ് ജയിച്ചവർ 5 പേർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവർ ഈക്വലായിട്ട് ഇത് ചെയ്ത് തരണില്ല, ആര്യൻ എടുത്തു വെച്ചിരിക്കുകയാണ് ജിസേലിൻ്റെ ഇതിൽ, കൊതിയാവുന്നു ചോക്ലേറ്റ് തിന്നാനെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നതാണ്. അതിനുശേഷം പിന്നെ അപ്പോൾ അത് മോഷ്ടിക്കുക എന്നുള്ള രീതിയിലൊക്കെ നിവീനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആദിലയുടെ അടുത്ത് വന്നിട്ട് ആര്യൻ അവിടെ കിടക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ചോക്ലേറ്റ് തിന്നാന്ന് തോന്നുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് ആര്യനോട് ഒരു കഷ്ണം തരുമോ ചോദിക്കുമ്പോൾ അതങ്ങനെ ചോദിക്കില്ലേ എന്ന് അനുമോൾ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അനീഷിൻ്റെ ചോക്ലേറ്റിനുള്ള കോയിന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അപ്പോൾ അത് ആരാണെന്ന് അന്വേഷിക്കേണ്ട, അനീഷിൻ്റെ ആ കോയിൻ കൊടുത്താലേ അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുള്ളൂ. അപ്പം അത് അന്വേഷിക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് അനുമോൾ. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ എടുക്കും, ഞാൻ അങ്ങനെ ഒരാളുടെ എടുക്കാറില്ല പറയുന്നുണ്ട്. അപ്പം ന്യൂറയോ ആദിലേ ആയിരിക്കും പറയട്ടെ, അപ്പോൾ അവരുടെ ഒരു എല്ലാ പറയുന്നുണ്ട്. പിന്നെ നിവീനെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ അനുമോൾ ഇവരെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ട് വന്നിട്ട് സത്യയിടുക, ആദിലിനെ ന്യൂറയും സത്യയിടുന്ന് പറഞ്ഞിട്ട് തലവെച്ചിട്ട് സത്യയിടുമ്പോൾ ആദില പറയുന്നുണ്ട് ഞാനാ എടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട് എന്തിനാണ് എടുത്തത്, അയാൾ ഈക്വലായിട്ട് ഇതായി ഷെയർ ചെയ്ത് തരുമല്ലോ, അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടുപോയി വെച്ചാൽ എന്നെ കള്ളിയെന്ന് പറയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത് ആ കള്ളിയെന്ന് പറയുക, ഒരു കാര്യം ചെയ്യുക, ഞാൻ അന്വേഷിച്ച് കിട്ടി എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് അനീഷിനോട് ഡീല് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഞാൻ അന്വേഷിച്ച് നിങ്ങളുടെ ആ കോയിൻ കണ്ടുപിടിച്ചാലേ എനിക്കൊരു ഫുൾ ചോക്ലേറ്റ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞിട്ട് ഫുൾ ചോക്ലേറ്റ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഈക്വലായിട്ട് അങ്ങനെ അതിനെക്കുറിച്ചുള്ള സംസാരമാണ് കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസിനെ ചപ്പാത്തി ഉണ്ടാക്കാൻ വിളിക്കുകയാണ് ബിന്നി സാബുമ്മേനൊക്കെ ചപ്പാത്തിക്ക് കുഴക്കുകയാണ്. അപ്പോൾ ഷാനവാസിനെ വിളിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല, കാരണം എനിക്ക് ഹൈജീൻ്റെ പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഹൈജീൻ ഇല്ല, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അത് നിങ്ങൾ തീർത്ത കാര്യം വീണ്ടും എടുത്തുകൊണ്ട് വരുന്നത് എന്താണ്, ജോലി ചെയ്യേണ്ടത്, ജോലി ചെയ്യാത്തവർക്ക് ഫുഡ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് ഫുഡ് വേണ്ട, കാരണം
ഉച്ചയ്ക്ക് ഞങ്ങളവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ നോക്കിയിരുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരുണ്ടാക്കിക്കോട്ടെ, അങ്ങനത്തെ ഫുഡ് എനിക്ക് വേണ്ട, നിങ്ങൾ എനിക്ക് തരാണ്ട് ഫുഡ് കൊടുക്കുന്നത് കാണണമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇപ്പുറത്ത് വന്നിട്ട് ഓനിയലിനോട് പറയുന്നുണ്ട്, രാവിലെയും ഉച്ചക്കും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ചെയ്തത്, അവർ ചെയ്തിട്ടില്ല, അവരിപ്പോൾ ചപ്പാത്തി അവരുണ്ടായി, മീൻസ് ലക്ഷ്മി ചെയ്തിട്ടില്ല, അപ്പോൾ ലക്ഷ്മി ചെയ്തോട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നൈറ്റിലെ കാര്യങ്ങളാണ്. ലോഷൻ എടുത്തിട്ട് മേത്ത് തേക്കുന്നതും മേത്തേക്ക് ഒഴിക്കുന്നത്. ആദിലയുടെ മേത്തേക്ക് അനുമോൾ കൊണ്ടുപോയി ഒഴിക്കുന്നു. അത് പിടിച്ച് കിടത്തി, ആദിലെ പിടിച്ച് കിടത്തിയിട്ട് ജിഷിനും ഷാനവാസും നൂറ എല്ലാവരും കൂടെ അനുമോളുടെ മേത്തേക്ക് കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ വെച്ചിട്ടാണ് എപ്പിസോഡ് എൻഡ് ആയത്. സോ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇന്നത്തെ ടാസ്കിൽ പ്രമോ വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വിചാരിച്ചു ഇനിയിപ്പോൾ ഇവരുടെ കയ്യിൽ ടാസ്ക് കൊടുത്തിട്ട് കാര്യമില്ല, ഒരാൾക്കും ഒരു ഇമ്മ്യൂണിറ്റി പവറും കിട്ടാൻ പോണില്ല, ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ ടാസ്ക് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസിൻ്റെ ആൾക്കാരെന്നെ എല്ലാവരുടെയും കണ്ണുപൊത്തിയിട്ട് വന്നിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. നാളെ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.